70കളിലെ കലുഷമായ വിദ്യാർത്ഥി രാഷ്ട്രീയ പരിസരത്താണ് ഒരു ബദലായി SSF പിറക്കുന്നത്. ധാർമ്മിക വിപ്ലവം എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം SSFന്റെ ഇതിവൃത്തമായി. വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നേരിന്റെ ദീപശിഖയായി പ്രസ്ഥാനം സഞ്ചരിച്ചു. ക്യാമ്പസുകളിൽ ധാർമ്മികബോധമുള്ള മാതൃകാ വിദ്യാർത്ഥിത്വം വളർന്നുവന്നു. SSF പതിനായിരക്കണക്കിന് പ്രതിഭകളെ, പ്രൊഫഷണലുകളെ സാമൂഹിക സേവനത്തിനായി സംഭാവന ചെയ്തു. 83-ൽ മലയാളത്തിന് അക്ഷരസുകൃതമായി വന്ന റിസാല വിചാരങ്ങളുടെ ഒരു ധൈഷണിക മണ്ഡലം തന്നെ സൃഷ്ടിക്കുന്നു. ഇന്ന് റിസാലയെ അപ്ഡേറ്റായി വിഷ്വൽ മീഡിയ ലോകത്ത് പ്രേക്ഷക സൗഹൃദ ബദലായി മലയാളികൾ സ്വീകരിച്ചു കഴിഞ്ഞു. 90കളിൽ സാഹിത്യോത്സവിന്റെ കടന്നുവരവാണ്. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇന്ന് സാഹിത്യോത്സവ് മികച്ച ഒരിടം തന്നെ നിലനിർത്തുന്നു. അപ്പോഴേക്കും സാഹിത്യോത്സവും റിസാലയും ദേശങ്ങൾ കടന്ന് വിവിധ വൻകരകളിലേക്ക് പ്രവാസി റിസാല, പ്രവാസി സാഹിത്യോത്സവമൊക്കെയായി പടർന്നു വികസിച്ചിട്ടുണ്ട്. വിസ്ഡം എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ അവഗണിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതീക്ഷയുടെ സൂര്യോദയമായിരിക്കുന്നു. ദേശീയ തലത്തിൽ ഗ്രാമങ്ങളിലും റിമോട്ട് ഏരിയകളിലുമടക്കം SSF ഇന്ന് ആത്മാഭിമാനത്തിന്റെ വാക്കായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും SSFന് ഇന്ന് സാമൂഹിക ഭാവനയുള്ള നേതൃത്വമുണ്ട്. പ്രൊഫ് സമ്മിറ്റ്, സെൻസോറിയം, സീറത്തുന്നബി അക്കാദമിക് കോൺഫറൻസ്, തർത്തീൽ ഹോളി ഖുർആൻ കോൺടെസ്റ്റ്, എജ്യൂസൈൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിപ്ലവ ചുവടുകളുമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നേറുകയാണ്. അതിവൈകാരികതയിൽ ലാഭം തിരയാതെ സമൂഹത്തോട് പ്രതിബദ്ധതയുടെ വിചാരങ്ങൾ പകരുന്ന ഇടപെടൽ SSF തുടരുന്നു. SSF ഇനിയും വലിയ ചുവടുകൾക്ക് ഒരുങ്ങുകയാണ്. പുതിയ ഇന്ത്യ അതാവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളാണ് SSFനു ശക്തി പകരുന്നത്. ദിനംപ്രതി 10,000 ചെലവഴിക്കുന്ന ഈ നന്മയുടെ സംഘത്തെ നിങ്ങൾ ചേർത്തു പിടിക്കുക.